ഹലോ നമസ്കാരം, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. സിനിമ ജീവിതത്തിന്റെ കണ്ണാടിയാണെന്നാണ് ചിലർ പറയാറ്. കാരണം സിനിമ എന്നത് ജീവിതത്തിന്റെ തന്നെ ഒരു ചിത്രീകരണമാണ്. നമ്മുടെ സന്തോഷം, ദുഃഖം, പ്രണയം, വേർപാട് തുടങ്ങി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് സംഗതികളാണ് സിനിമയുടെ പ്രമേയങ്ങളായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ എന്നത് ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രേക്ഷകന്റെ സിനിമയോടും ജീവിതത്തോടുമുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. സിനിമയെ അവൻ സമീപിക്കുന്ന രീതിയിലല്ല ജീവിതത്തെ അവൻ കാണുന്നത്. സിനിമയിലെ സംഭവങ്ങളോടുള്ള അവന്റെ പ്രതികരണ രീതിയും ജീവിതത്തിലെ സംഭവങ്ങളോടുള്ള അവന്റെ പ്രതികരണ രീതിയും വ്യത്യസ്തമാണ്. സിനിമയിൽ നാം കൈയടിക്കുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ആവർത്തിച്ചാൽ ഒരുപക്ഷെ നാം ആ ഒരു സമീപനമായിരിക്കില്ല സ്വീകരിക്കുക. സിനിമയിൽ നമ്മുടെ കയ്യടി വാങ്ങിക്കൂട്ടിയ ഇന്ദുചൂടന്മാരും മംഗലശ്ശേരി നീലകണ്ഠന്മാരും യഥാർത്ഥ ജീവിതത്തിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ പ്രോത്സാഹനം ആ രീതിയിൽ ഉണ്ടാവാറില്ല. സിനിമയിലെ ആ സ്വീകാര്യത ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ നാട്ടില് സമൂഹം കൊടുക്കാറില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെക്കാൾ കൂടുതൽ നമ്മെ സന്തോഷിപ്പിച്ചത് സിനിമയായിരിക്കും. സിനിമ കണ്ടായിരിക്കും നമ്മൾ ജീവിതത്തെക്കാൾ കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കരയിപ്പിച്ചതും സിനിമ തന്നെയായിരിക്കും. സിനിമയിൽ കാണുന്ന നമ്മളെ കരയിപ്പിക്കുന്ന അതേ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് അത്രമാത്രം ദുഃഖം ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം മാഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ടാണ്. മാഞ്ഞുമൽ ബോയ്സിലെ ആ ചെറുപ്പക്കാർക്ക് കിട്ടിയ ആ കയ്യടിയും ആ സിനിമയ്ക്കുണ്ടായ വിജയവും യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മാഞ്ഞുമൽ ബോയ്സ് ഒരു അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് പറയാം. കടക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിയന്ത്രണം മറികടന്നുകൊണ്ട് അവർ പ്രവേശിക്കുകയും അങ്ങനെ ആ അബദ്ധത്തിൽ ഒരാൾ കുഴിയിൽ വീണ് താഴോട്ട് പതിക്കുകയാണ് ചെയ്തത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള ഒരു സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ബാബു എന്ന ചെറുപ്പക്കാരൻ ഒരു മലമുകളിൽ കയറുകയും അങ്ങനെ മലമുകളിൽ ഒരു പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത ഒരു സംഭവം. പിന്നീട് ആർമിയൊക്കെ വന്നിട്ടാണ് അവനെ രക്ഷിച്ചത്. എന്നാൽ ബാബുവിനോടുള്ള നമ്മുടെ സമൂഹത്തിന്റെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ പ്രതികരണം അതിരൂക്ഷമായിരുന്നു. ബാബു അങ്ങനെ ഒരു അതിസാഹസം ചെയ്തതിനെ പലരും കളിയാക്കുകയുണ്ടായി. രൂക്ഷമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉണ്ടായി. എന്നാൽ സമാന സാഹചര്യത്തിലുള്ള മറ്റൊരു അപകടമാണ് മാഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയും ചിത്രീകരിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ചിത്രീകരണം കൂടിയാണ്. മാഞ്ഞുമൽ ബോയ്സിന്റെ മദ്യപാനവും എടുത്തുചാട്ടവും നിയമങ്ങളെ ധിക്കരിക്കാനുള്ള അവരുടെ ശ്രമവും ഒക്കെയാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ബാബുവിന് കിട്ടാത്ത ഒരു പരിലാളനം എന്തുകൊണ്ടായിരിക്കാം മാഞ്ഞുമൽ ബോയ്സിന് നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുന്നത്? സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യപൂർണമാണ്. എന്നാൽ സിനിമ എന്നത് യാഥാർത്ഥ്യം പോലെയാണ്. ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കലാപരമായ ആവിഷ്കാരമാണ് സിനിമയിൽ നടക്കുന്നത്. എന്നാൽ ജീവിതത്തില് ആ ഒരു യഥാർത്ഥ സംഭവം അതേപോലെ തന്നെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. ഒരു യഥാർത്ഥ സംഭവം യഥാർത്ഥമായ രീതിയിൽ തന്നെ സിനിമയിലും ആവിഷ്കരിച്ചാൽ സിനിമ കാണാൻ ആളുണ്ടാവില്ല. എന്നാൽ മാഞ്ഞുമൽ ബോയ്സിന് സംഭവിച്ച ആ അപകടം പ്രേക്ഷകരെ കൂടുതൽ അവരുമായിട്ട് അടുപ്പിക്കാൻ കാരണം അപകടം മാത്രമല്ല, ആ അപകടത്തിലേക്കുള്ള അവരുടെ യാത്രയാണ്. അതിനിടയിൽ അവർക്ക് പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ അപകടവുമായി നല്ല രീതിയിൽ ചേർത്ത് വെക്കാൻ, ഇണക്കി ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വിജയത്തിന്റെ വലിയൊരു രഹസ്യം. തീരെ അപ്രധാനമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമയിലെ പല സംഭവങ്ങളും പിന്നീട് അപകടവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതായി മാറുന്ന ഒരു ബന്ധം ആ സിനിമയിൽ ഉടനീളമുണ്ട്. അവരുടെ വടംവലിയും ലൂസ് അടിക്കലൊക്കെ വളരെ ആവേശകരമായ രീതിയിൽ ആ സിനിമയിൽ ബ്ലെൻഡ് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയത്തിന്റെ ഒരു കാരണം. ചുരുക്കി പറഞ്ഞാൽ ഈ അപകടം പറ്റുമ്പോഴേക്കും മാഞ്ഞുമൽ ബോയ്സുമായി നമുക്കൊരു വൈകാരികമായ ഒരു ബന്ധം സിനിമ ഉണ്ടാക്കി തന്നിരുന്നു. ആ വൈകാരികമായ ബന്ധമാണ് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിച്ചത്. അവർ മദ്യപിച്ചിരുന്നെന്നോ അവർ അധികാരമില്ലാത്ത സ്ഥലത്ത് കടന്നതാണെന്നോ ഗവൺമെന്റ് നിയമം മറികടന്ന് പോയത് കൊണ്ടാണ് അപകടം പറ്റിയതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വിഷയമാകാത്തത് സിനിമ അതിനു മുമ്പേ തന്നെ നമ്മളിൽ എത്തിച്ച അവരുമായുള്ള ആ അടുപ്പമാണ് കാരണം. എന്നാൽ നിർഭാഗ്യവശാൽ മല കയറി കുടുങ്ങിപ്പോയ ബാബു ആ അപകടം പറ്റുന്നതുവരെ നമുക്ക് അപരിചിതനാണ്. അതുകൊണ്ട് തന്നെ ബാബുവിന്റെ ആ നിയമലംഘനങ്ങളെല്ലാം തന്നെ തികച്ചും ഒബ്ജക്റ്റീവായി കാണാനും വിമർശിക്കാനും നമുക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മാഞ്ഞുമൽ ബോയ്സും പ്രേക്ഷകരും തമ്മിൽ അങ്ങനെ ഒരു
ശക്തമായ ഹൃദയബന്ധം ഉണ്ടാക്കുന്നതിൽ സിനിമ വിജയിച്ചത് കൊണ്ടാണ് ജയമോഹനെ പോലെയുള്ള പ്രശസ്ത സാഹിത്യകാരന്മാരുടെ വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾക്കെതിരെ പോലും ശക്തമായ പ്രതിരോധം ഇവിടെ ഉയർന്നത്. കാരണം സിനിമ എന്നത് മനോഹരമായ ഒരു കള്ളം കൂടിയാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.